നമസ്കാരം. കേരളത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയാണ് അവർക്കുള്ളത് എന്നും മാത്യു കുഴൽനാടൻ MLA. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ. 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ചൊവ്വെ എഴുത്തും വായനയും അറിയില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് മാത്യു കുഴൽനാടൻ പ്രസംഗത്തിനിടെ പറഞ്ഞു. നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ താരമാകുകയായിരുന്നു കുഴൽനാടൻ. മന്ത്രി ബിന്ദുവിന് കുഴൽനാടന്റെ വിമർശനത്തെ ശക്തിയായി പ്രതിരോധിക്കാനായില്ല എന്നതാണ് വസ്തുത. വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ആഗോള പ്രതിഭാസമാണെന്നായിരുന്നു കുഴൽനാടൻ വിമർശനത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു നൽകിയ മറുപടി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റമുള്ളത് കേരളത്തിലാണ്. വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റകരമല്ല. മഹാത്മാഗാന്ധി വരെ വിദേശത്ത് പഠിച്ചതാണ് എന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLA നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അങ്ങനെ ഗാന്ധിജിയുടെ വിദേശ പഠനവും മന്ത്രി ചർച്ചയാക്കി. വിദ്യാഭ്യാസ നയത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു കുഴൽനാടൻ ചെയ്തത്. സജി ചെറിയാന്റെ പരാമർശമടക്കം സർക്കാരിന് തലവേദനയുമായി. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു കേരളം മഹാമോശമാണെന്ന പ്രചരണം MLA നടത്താൻ പാടില്ലായിരുന്നുവെന്നും പറഞ്ഞു. വിദേശത്തേക്ക് എത്തിപ്പെടുന്ന എല്ലാവർക്കും മികച്ച ജോലി കിട്ടുന്നില്ല എന്നും ഈ യാഥാർത്ഥ്യം വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നും മന്ത്രി പറഞ്ഞു. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത് എന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു. മാത്യു കുഴൽനാടന്റെ വാക്കുകൾ ഇങ്ങനെ: കേരളത്തിലെ ഭാവി തലമുറ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നു പോയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നവരാണ് 18 വയസ്സ് മുതലുള്ള ഇപ്പോഴത്തെ തലമുറ. ഇത് ഭയാനകമായ അവസ്ഥയാണ്. അത് ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ഇന്നത്തെ തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. 6000 രൂപ മുതൽ 10,000 രൂപ വരെ മാസശമ്പളത്തിലാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ശരാശരി ഒരു വർഷം ഓരോ നഗരത്തിലും ചെറുപ്പക്കാർക്ക് കിട്ടുന്ന ശമ്പള സ്കെയിൽ പരിശോധിക്കുമ്പോൾ ബംഗളൂരുവിൽ 9.57 ലക്ഷം രൂപ, ഹൈദരാബാദിൽ 7.23 ലക്ഷം രൂപ, പൂനെയിൽ 7.19 ലക്ഷം രൂപ, മുംബൈയിൽ 6.4 ലക്ഷം രൂപ, ചെന്നൈയിൽ 6.18 ലക്ഷം രൂപ, ഡൽഹിയിൽ 6.11 ലക്ഷം രൂപ, തിരുവനന്തപുരത്ത് 5.72 ലക്ഷം രൂപ, കൊച്ചിയിൽ 5.05 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. കേരളത്തിൽ മാത്രം എല്ലായിടത്തേക്കാളും കുറവ് വരാൻ കാരണം ഇവിടുത്തെ സാമ്പത്തിക വളർച്ച വളരെ മന്ദഗതിയിലായതാണ് എന്നും മാത്യു പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെത്തുന്ന വിദേശ നിക്ഷേപം വളരെ കുറവാണ്. തൊഴിലില്ലായ്മയിൽ ജമ്മു കാശ്മീരിനേക്കാൾ പിന്നിലാണ് കേരളം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ചിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ചൊവ്വെ എഴുത്തും വായനയും അറിയില്ല എന്ന് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന DPI ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തെ അപഹസിച്ചു തള്ളി. ഇവിടെയുള്ള മന്ത്രിയും ഇതേ കാര്യം തന്നെ പറഞ്ഞു. അദ്ദേഹത്തെയും തള്ളി. പറഞ്ഞത് തെറ്റാണ് എന്ന് പറയിപ്പിച്ചു. മന്ത്രിക്കതിൽ ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടമുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നില്ല, അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. നീറ്റ് പരീക്ഷയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കേരളത്തിലെ വിജയശതമാനം എടുത്തു പരിശോധിച്ചാൽ മതി, പിന്നിലേക്കാണ് പോയിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ കുറെ A+ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണെന്നാണ് മന്ത്രി പറയുന്നത്. IIT-യിൽ പ്രവേശനം നേടുന്ന കേരളീയർ 1.08% മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 10%-നും അതിനു മുകളിലുമാണത്. ദേശീയ പരീക്ഷകളിൽ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നിലാകുന്നത് എന്ന് കണ്ടെത്തി പരിഹാരം കാണണം. കേരളത്തിലേക്ക് വരുമായിരുന്ന സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ പ്രത്യയശാസ്ത്ര പിടിവാശിക്കൊണ്ട് നശിപ്പിച്ചതാണ്. ഇതുമൂലം ഇത്തരം IT വ്യവസായം ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും വഴിമാറിപ്പോയി.
ആർക്കും വേണ്ടാത്ത ജാതിയും മതവും പറഞ്ഞ് ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മൾ നേടാൻ പോകുന്നത്? കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ പുറത്തേക്കൊഴുകുന്നത് തുടർന്നാൽ കേരളം അവസാനം വൃദ്ധസദനമായി മാറുമെന്നും മാത്യു കുഴൽനാടൻ MLA ആഞ്ഞടിച്ചു.